അഭിനയം മാത്രമല്ല കൃഷിയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചൊരു കലാകാരനെ പരിചയപ്പെടാം. കൊല്ലം പെരിനാട് സ്വദേശി സത്യപ്രസാദാണ് നാടക, സിനിമ, സീരിയൽ മേഖലകളിൽ നിന്നും കൃഷിയിലേക്ക് തിരിഞ്ഞ് ജീവിത വിജയം കൈവരിച്ചത്. കോവിഡ് കാലത്തെ പ്രതിസന്ധി തരണം ചെയ്യാൻ സത്യപ്രസാദ് എന്ന കലാകാരനെ പ്രാപ്തനാക്കിയത് കൃഷിയാണ്. മികച്ച പച്ചക്കറി കൃഷിയിൽ വിജയം നേടിയ ആത്മവിശ്വാസത്തിൽ ഓണവിപണി ലക്ഷ്യമാക്കി ഇറക്കിയ ചെണ്ടുമല്ലിയിലും 100 മേനി വിജയം ആവർത്തിക്കാനായി. തൃശൂർ മണ്ണുത്തി സർവകലാശാലയിൽ നിന്നും 2000 മൂട് ചെണ്ടുമല്ലി തൈകൾ കൊണ്ടുവരികയും ഇവിടെ കൃഷി ചെയ്യുകയുമായിരുന്നു. തൃശൂർ മണ്ണുത്തി പോയി ഒരു 2000-ഓളം ബന്ദി തൈ കൊണ്ടുവരികയും ഇപ്പോൾ ഈ കൃഷി ചെയ്യാതിട്ടിരുന്ന സ്ഥലത്ത് പൂക്കൃഷി ആരംഭിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഒരു വിളവെടുപ്പ് സമയമാണ്. വീട്ടുകാരുടെ സഹായം, എൻ്റെ ഭാര്യയും മക്കളും മരുമക്കളും എല്ലാവരും ഈ കൃഷിയിൽ നല്ല സഹായം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് മറ്റു ജോലിക്കാരെ നിർത്താതെ ഈ കൃഷി ചെയ്യാൻ കഴിയുന്നത്. പ്രൊഫഷണൽ നാടകവേദിയിലും സിനിമ, സീരിയൽ രംഗത്തും സജീവമായിരുന്ന സത്യപ്രസാദ് 10 വർഷത്തോളം പ്രവാസ ജീവിതം നടത്തിയെങ്കിലും നാട്ടിലെത്തി കൃഷിയിലൂടെ ലഭിക്കുന്ന ആത്മസന്തോഷം ഒന്നിലും ലഭിച്ചിരുന്നില്ലെന്ന് പറയുന്നു. ഓണക്കാലമായതിനാൽ മിതമായ നിരക്കിൽ പൂക്കളം നൽകുന്നു. സത്യപ്രസാദിന്റെ കൃഷിയിടത്തിൽ പൂക്കൾ കൂടാതെ റെഡ് ലേഡി പപ്പായ, മരച്ചീനി, വാഴക്കുലകൾ, ചേമ്പ്, ചേന തുടങ്ങിയ നാടൻ പച്ചക്കറികളും ലഭ്യമാണ്. ജൈവവള പ്രയോഗത്തിലുള്ള സത്യപ്രസാദിന്റെ കൃഷിരീതിക്ക് നാട്ടിൽ നല്ല സ്വീകാര്യതയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടവേള.